ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നൂഡിൽസാണ്. അതും ആട്ടമാവ് വെച്ച്. നമ്മുടെ വീട്ടിലുള്ള ആട്ടമാവ് വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ നൂഡിൽസ് ഉണ്ടാക്കാം. ആദ്യമായിട്ട് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. അതിന് ആട്ടമാവ് എടുക്കുക. ഒരു പാത്രത്തോളം ആട്ടമാവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് ഈ മാവിലേക്ക് ഇട്ട് അത് നല്ലതുപോലെ ഉപ്പ് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് സോഡാപ്പൊടി ഇടണം. ഒരു അര സ്പൂണോളം സോഡാപ്പൊടി ഇട്ട് അതും നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് അവിടെ ഇവിടെയും കട്ട പിടിക്കാതിരിക്കാനാണ് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരു സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് കുറച്ച് വെള്ളം വേണം. ആ വെള്ളം പച്ചവെള്ളം മതി. വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ ഒഴിക്കാവുള്ളൂ. എന്നിട്ട് അത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ആദ്യമേ തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ലൂസായി പോകും. പിന്നെ നമ്മൾ പൊടി ഇടേണ്ടി വരും. അപ്പം കുറേശ്ശെ ഇടുകയാണെങ്കിൽ നമുക്ക് അത് അനുസരിച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം നല്ലപോലെ ലൂസാക്കുക എന്ന് പറഞ്ഞാൽ ഓവർ വെള്ളം പോലെ ആകരുത്. നമ്മൾ ഈ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു പരുവം, ആ പരുവത്തിൽ വരെ ആകുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കണം. നമുക്കിനി ഒരു കുപ്പി എടുക്കണം ഇതിന് വേണ്ടി. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഇത് മാവ് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിനകത്തോട്ട് ഒഴിക്കണം. ആ ഗ്ലാസ്സിനകത്ത് കുറച്ച് ഒഴിക്കുവാണെങ്കിൽ നമ്മൾ കുപ്പി എടുക്കുമ്പം അതിനകത്തോട്ട് ഒഴിക്കുമ്പോൾ പുറത്തേക്ക് പോകാതിരിക്കാനാണ് ഈ ഗ്ലാസ് എടുത്തിട്ട് അതിനകത്ത് മാവ് ഒഴിക്കാൻ പറയുന്നത്. ഈ കുപ്പിയെന്ന് പറഞ്ഞാൽ 7-അപ്പിൻ്റെയോ വിനാഗിരിയുടെയോ എന്തിൻ്റെയെങ്കിലും മതി. നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ആ കുപ്പിക്കകത്തോട്ട് ഈ മാവ് ഒഴിക്കണം. നമുക്ക് 2-3 ഗ്ലാസ്സോളം ഉണ്ടായിരുന്നു. അത് എല്ലാം കുപ്പിക്കകത്ത് ഒഴിച്ച് അതിന് ശേഷം നമുക്ക് കുപ്പിയുടെ അടപ്പിന് ഒരു ഹോളിടണം. ഇത് ഒരു ആണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നോ വല്ലതും വെച്ച് നല്ലതുപോലെ ചൂടാക്കിയിട്ടൊരു ഹോളിടണം. ഹോളിട്ടിട്ട് നമുക്കത് ആ കുപ്പിയുടെ അടപ്പിട്ട് മുറുക്കാം കുപ്പിയിൽ. അതിന് ശേഷം നമുക്ക് ഗ്യാസ് കത്തിച്ചതിന് ശേഷം പാൻ അടുപ്പിലേക്ക് വെക്കാം. പാനിനകത്തോട്ട് നമ്മൾ അമർത്തി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ചുറ്റിച്ചുകൊണ്ടേ ഇരിക്കണം. മാവ് ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ തിരി പോലെ വരും. ആ തിരി ചെറിയ ചൂടിൽ, തീ കൂട്ടിയിടരുത്, ചെറിയ ചൂടിൽ അത് വേകും. അന്നേരം തന്നെ നമ്മൾ അത് ഇളക്കി എടുക്കണം. ഇളക്കിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. അന്നേരം ആദ്യമൊക്കെ ഒഴിച്ചതിന് ഇച്ചിരി കട്ടിയൊക്കെ കൂടിപ്പോയായിരുന്നു. ഞങ്ങൾ പിന്നീട് വീണ്ടും ഒഴിച്ച് വന്നപ്പോൾ റെഡിയായി കിട്ടിയത്. നമ്മളിങ്ങനെ ഉണ്ടാക്കി ചെറിയ ചൂടിൽ അത് വെന്തതിന് ശേഷം പയ്യെ ഒരു തവി വെച്ച് അത് ഇളക്കിയിട്ട് പൊടിയാത്ത രീതിയിൽ കിട്ടും നമുക്ക്. അതങ്ങനെ ഇളക്കിയിട്ട് പാത്രത്തിനകത്തോട്ട് മാറ്റുക. അങ്ങനെ കുറേ തവണ ചെയ്യണം. എളുപ്പമാണ്, സ്പീഡ് നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം 1-2 തവണ ഞെക്കാനുള്ള പാടേ ഉള്ളായിരുന്നു. പിന്നെ റെഡിയായി കിട്ടി.
നമ്മൾ ഇപ്പം ഉണ്ടാക്കിയെടുത്തതാണ്. ഇച്ചിരി സാവകാശം വേണമെന്നേ ഉള്ളൂ, എന്നാലും നല്ലതായിട്ട് കിട്ടും. സിമ്പിളായത്, ശരീരത്തിന് കേടുമില്ല. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നൂഡിൽസിനെക്കാട്ടിയും നല്ലതാണ്. ഇതിനകത്ത് മസാലയൊക്കെ ചേർത്ത് കഴിയുമ്പം പ്രത്യേകിച്ച് ചുവ വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ഇപ്പം ഇത്രയും ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വെജിറ്റബിൾസിൻ്റെ പരിപാടിയെല്ലാം ചെയ്യാം. നമുക്ക് ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, 2 പച്ചമുളക്, ഒരു സവോള, 6-7 വെളുത്തുള്ളി നമുക്ക് ഒരു പാൻ എടുത്ത് വെച്ചിട്ട്, ഇച്ചിരി വലിയ പാൻ വേണം, അതെടുത്തിട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഒരു 3-4 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. എന്നിട്ട് നമ്മൾ 5-6 വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടില്ലേ, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തോട്ട് ഇടണം. അത് ചെറുതായിട്ട് മൂക്കണം. അതുവരെ നമ്മളൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പിന്നീട് അതൊന്ന് മൂത്ത മണമൊക്കെ വരും. മണം വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം, നൈസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. സവോളയും മറ്റേ ക്യാരറ്റും ക്യാപ്സിക്കവും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം, കട്ടി കുറച്ച്. ഒരുപാട് നമ്മൾ വേവിക്കത്തില്ല, ചെറുതായിട്ട് വേവിക്കത്തേ ഉള്ളൂ. അപ്പം നമ്മൾ കട്ടി കുറച്ച് അരിഞ്ഞാൽ അത്രയും നല്ലതായിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വാടി വരുന്നുണ്ട്, ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനൊരു സ്മെല്ല് വരുമല്ലോ, അപ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തോട്ട് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ മിക്സ് ചെയ്യും. അടുത്തായിട്ട് അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം അതിനകത്തോട്ട് ഇടാം. ക്യാപ്സിക്കം ഇട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഒന്ന് ആവി തട്ടുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സാധനം ഇടാം. അടുത്തത് ക്യാരറ്റ് ഇടാം. ക്യാരറ്റ് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞാണ്. അതും ഒരുപാടൊന്നും ആവി കയറേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതും വാട്ടിയെടുക്കാം. വാട്ടിയെടുക്കുമ്പോഴത്തേക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് ഒരു ഇച്ചിരി നേരം ഒന്ന് കിടക്കണം. അപ്പോഴത്തേക്ക് പച്ചമുളക് ഇടാം, സവോളയും ഇടാം. ഇത് രണ്ടും ഇട്ടതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കുക. ഇച്ചിരി ഉപ്പിടണം, ലേശം ഉപ്പിടണം. എന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. തീ കുറച്ച് ഇടണേ. തീ കുറച്ചിട്ടിട്ട് ഇപ്പം ഇനി കുരുമുളക് പൊടി നമുക്ക് എരിവിൻ്റെ അനുസരിച്ച് ഇട്ടാൽ മതി. കുട്ടികൾ തിന്നുന്നതല്ലേ, അപ്പോൾ ഒരുപാട് എരിവ് വേണ്ടെങ്കിൽ കുറച്ച് ഇട്ടാൽ മതി. ഞങ്ങൾക്ക് എരിവ് ഇഷ്ടമാണ്, അത് കാരണം ഇവിടെ കുട്ടികൾക്ക് എരിവ് ഇഷ്ടമായതുകൊണ്ട് 1-1.5 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോഴത്തേക്ക് അതിന് ഒരുവിധം ഇതെല്ലാം വാടിക്കഴിഞ്ഞ് നമുക്കിനി ഇതിനകത്ത് 1-2 സാധനങ്ങളും കൂടെ ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി ഒരു ശകലം ഇട്ടിട്ടുണ്ട് ഞങ്ങൾ, ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നമുക്കിതിനകത്തോട്ട് ഇനി ടൊമാറ്റോ സോസ് ഒഴിക്കാം. ടൊമാറ്റോ സോസ് എൻ്റെ കുറച്ചേ ഉള്ളായിരുന്നു, അത് ഒരു 1-2 സ്പൂൺ ഒഴിക്കാം. ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ നമുക്ക് തക്കാളി അടിച്ചിട്ട് അത് ഒഴിച്ചാലും മതി. അത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് സോയാ സോസ് ഉണ്ട്, അത് 1-2 സ്പൂണ് ഒഴിക്കാം. എന്നിട്ട് അതും മിക്സ് ചെയ്യണം നല്ലതുപോലെ. ഞാൻ പൊടി ചേർത്തപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട സമയത്ത് തന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ടായിരുന്നു, അത് വിട്ടുപോയതാണ് പറയാൻ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒരു തവിയും കൂടെ ഒരു സ്പൂണും കൂടെ എടുക്കണം. തടിയുടെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഒരു സ്പൂണും കൂടെ എടുത്തിട്ട് നമുക്ക് ഇത് ഒരുപാട് പൊടിഞ്ഞു പോകത്തൊന്നുമില്ല, നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നല്ല നൈസായതാണ്. ചെറിയ 1-2 എണ്ണം ആദ്യം ചെയ്തത് മാത്രമേ ഉള്ളൂ ഇച്ചിരി കട്ടി കൂടിപ്പോയത്, ബാക്കിയെല്ലാം നൈസായിട്ട് കിട്ടിയായിരുന്നു. ഇത് നമുക്കിനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. 2 തവി എടുത്തിട്ട് നമുക്കിങ്ങനെ കോരി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എല്ലാം മിക്സ് ആവും. അന്നേരം മസാലയെല്ലാം ഈ നൂഡിൽസിനകത്ത് പിടിക്കും. നല്ലപോലെ പിടിച്ച് കഴിയുമ്പോൾ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ചെയ്താൽ മതി. 2-3 മിനിറ്റിനുള്ളിൽ ഇതെല്ലാം സെറ്റാകും.
ഇളക്കി എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഒരു മിനിറ്റോ 2 മിനിറ്റും കൂടെ ഒന്ന് ചൂട് കിട്ടിയാൽ മതി. ആ ആവിക്കകത്തൊന്നും കൂടെ ഒന്ന് എല്ലാം ഒന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല അടിപൊളി ന്യൂഡിൽസ് റെഡിയായി. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ കാണുന്ന പോലെയല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കാവുന്ന സിമ്പിൾ നൂഡിൽസാണ്. നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾക്ക് എരിവൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് കുരുമുളകിൻ്റെയൊക്കെ ആ എരിവോടുകൂടി തിന്നിട്ട് നല്ല ടേസ്റ്റായിരുന്നു. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.